ഈ കാണുന്ന മെസ്സേജ് നിങ്ങളിൽ പല ആളുകൾക്കും വന്നിട്ടുണ്ടാവും അല്ലേ? എനിക്കും വന്നു ഇങ്ങനെ ഒരെണ്ണം. കഴിഞ്ഞ ഒരു ലോങ് വീക്കെൻഡിൽ ഒരു ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് വന്നത് പിറ്റേ ദിവസം ഉറങ്ങി എണീറ്റതിന് ശേഷം ഫസ്റ്റ് കാണുന്നത് ഈ ഒരു മെസ്സേജാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തോ ഒരു പെറ്റി വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് അങ്ങനൊന്നും അല്ല, ഇതല്ല സംഭവം. ഇത് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് ഈ നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു ഉത്തരവ് എന്നൊക്കെ പറയാം. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഉള്ള ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും അവരുടെ ആ ഒരു വാഹനം യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ലൈസൻസ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ആ ഒരു മൊബൈൽ നമ്പർ അവരുടെ ആ ഒരു ഗതാഗത മന്ത്രാലയത്തിന്റെ ഒരു പോർട്ടലായിട്ട് എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാഹനത്തിന്റെ അപ്ഡേറ്റുകൾ, അതുപോലെ ലൈസൻസ് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്, ഇതെല്ലാം അവരുടെ ആ ഒരു മൊബൈലിലേക്ക് ലഭ്യമാവുകയും അതുപോലെ തന്നെ ഈ ഒരു ഗതാഗത ലംഘനം, അതുപോലെ ആക്സിഡന്റ് കേസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ മിനിസ്ട്രിയെ സഹായിക്കുകയും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ത്യയിലുള്ള പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും അനോണിമസ് ആയിട്ടുള്ള യൂസേഴ്സ് ആണ്, അനോണിമസ് ആയിട്ടുള്ള ലൈസൻസ് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു മെസ്സേജ് പറയുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പലർക്കും ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കണം വന്നിട്ടുണ്ടാവുക. സോ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും എത്തുക. ഈ ഒരു സ്ക്രീനിൽ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പരിവാഹൻ്റെ ലിങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സാരഥി എന്നുള്ളൊരു പോർട്ടലിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനും. ഞാനിവിടെ സാരഥിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ ഒരു ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ സ്റ്റേറ്റ്, അതുപോലെ ആ ഒരു ക്യാപ്ചയും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ആധാർ നമ്പർ അല്ലെങ്കിൽ വിർച്വൽ ID പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അവിടെ നിങ്ങളുടെ ആ ഒരു ആധാർ നമ്പർ കൊടുക്കുക. ആ ഒരു സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP എടുക്കുക, ആ ഒരു കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആ ഒരു 3 ടിക്ക് ബോക്സുകളുണ്ടല്ലോ അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ചെക്ക് ബോക്സ്, ആ ഒരു 3 ചെക്ക് ബോക്സുകൾ തീർച്ചയായും ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഒതൻറ്റിക്കേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് വരും. ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വരും, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫോട്ടോ. അത് കറക്റ്റ് ആണെങ്കിൽ താഴെയുള്ള ഒരു പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ എൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് വരിക. ഇവിടെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെ എക്സിസ്റ്റിംഗ് ഫോൺ നമ്പർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതല്ല, നിങ്ങളിപ്പോൾ പുതിയൊരു നമ്പർ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്ക്രീനായിരിക്കും ഉണ്ടാവുക. അവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും അങ്ങനെ നമുക്കത് ഒതൻറ്റിക്കേറ്റ് ചെയ്ത് ആ ഒരു മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി ആ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.